കണ്ടിന്യൂറ്റി പിന്നെ പക്കയാണ് ചേച്ചി. ജൂനിയേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ടോ? ആ ഒരു 19 പേര് കാണും. പിന്നെ ഉപേസ് നമ്മുടെ സ്ഥിരം പുള്ളിക്കാരി ഡയലോഗ് ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ ഇത്രയും പേരല്ലേ നേരത്തെ കടയിലായിരുന്നു? ഇതൊക്കെ ഇപ്പോഴാണോ നോക്കണേ? നേരത്തെ പറഞ്ഞല്ലേ ചെയ്യാൻ. ചീത്ത കേട്ടിട്ടില്ല ചേച്ചി. ചേച്ചി ക്യാമറയിലേക്ക് നോക്കില്ല കേട്ടോ. ആരും ക്യാമറയിലേക്ക് നോക്കല്ലേ? ആരും ക്യാമറയിലേക്ക് നോക്കല്ലേ? ചേട്ടാ ഓക്കെ അല്ലേ? സാറാ ഇത് എവിടെയായിരുന്നു? ചാടിച്ചാടി നിൽക്കും, നമുക്ക് തീർക്കണ്ടേ? ചോടിച്ചോട്ട് നിൽക്കാൻ ഞാൻ സാറിനെ ഒന്ന് വിളിച്ചോ, ചെല്ലു. വിളിച്ചു. ഗുഡ് മോർണിംഗ് സാർ. കസേര കസേര ഇരിക്കണം സാർ. ഏതാ സീനാ? സീന് പറ. സാറാ സീനൊന്ന് പറഞ്ഞോളൂ. സാർ നമ്മളിപ്പോ കപ്പലണ്ടി വറക്കണ സീനാ എടുക്കണേ. എന്തോ കപ്പലണ്ടി വറക്കണ സീൻ. ആ കപ്പലിന്റെ എവിടെ ഓർക്കും? ദാ അവിടെ ആ സൈഡില്. അവിടെ കപ്പലിന്റെ റെഡിയാണ്. ആ റെഡിയാ റെഡിയാ സാർ. റെഡിയാണ് സാർ. അത് ചേച്ചി. ശരി. സാർ ആ നൈറ്റ് സീൻ നമുക്ക് രാത്രി ഏതാ? രാത്രി ഒന്നുമില്ല സാർ. രാത്രി ഒന്നുമില്ല. രാത്രി ഒന്നും വെച്ചോളല്ലേ, ഒരു കണക്കിനാണ് കൊണ്ടുവന്നത്. ആദ്യം അവിടെ പിന്നെ കടയിൽ. മോഹൻജി ഓ റെഡിയല്ലേ? റെഡി റെഡി. നമ്മൾ കാരണമാണല്ലോ ലേറ്റ് ആയത്. ആ ക്രൈം പോകട്ടെ. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന്. അപ്പം എവിടെയാണ് കപ്പലണ്ടി? മാറിയിക്കണ ചെക്ക. സാർ ചൂടുണ്ടോ? ഗ്ലാസ് ഇല്ല സാർ, കൈ പൊള്ളൂ. ഇത് ഇങ്ങനെ കാണിച്ചാൽ മതി. സാർ ഓക്കെ അല്ലേ? ഓക്കെ എടുക്കാം. ഓക്കെ റോൾ ക്യാമറ ആക്ഷൻ. നിന്നോട് ഞാൻ കണ്ടിന്യൂറ്റി നോക്കാൻ പറഞ്ഞല്ലേ? ആള് വാച്ച് ഇട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞാണ് ചേച്ചി വാച്ചുരാം. പുള്ളി വരില്ല. നല്ല അടിപൊളിയായിട്ട് വറുക്കണം. ആള് പറ്റില്ല. Cut it. കൊള്ളാം സാർ. കേക്ക് ഓക്കെ. അടിപൊളി അടിപൊളി, നന്നായിട്ട് വറുത്തു. അടിപൊളിയായിട്ടുണ്ട് സാർ. ഓക്കെ അല്ലേ സാർ? വാച്ച് എങ്ങനെയുണ്ടോ സാർ? താൻ ഓക്കെ അല്ലേ? അടിപൊളി സാർ, നന്നായിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കാം. പക്ക ഓക്കെ. അടിപൊളി. ഓക്കെ അല്ല. ഓക്കെ അല്ല വാച്ച്. അതെന്താ കപ്പലിൽ കച്ചവടക്കാരെ വാച്ച് കിട്ടാറില്ലേ? മോളെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് സാധനമുണ്ട്. പിള്ളേർ വട്ടമിട്ട് അങ്ങ് പിടിക്കും. അതല്ല സാർ, കഴിഞ്ഞ സീനിൽ വാച്ച് ഇല്ലായിരുന്നു. എന്നൊരു കാര്യം ചെയ്യാം, ആ സീൻ വാച്ചിട്ട് ഒന്നുകൂടെ അങ്ങ് എടുക്കാം. സാർ അത് ഓക്കെയാണ് സാർ, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല സാർ, ഓക്കെയാണ് സാർ. ഒരു വാച്ചിന്റെ കേസല്ലേ, എന്തൊന്നും സാറാ എന്തോരം മണ്ടത്തങ്ങൾ കാണിക്കുന്നു നമ്മൾ. ഓരോരുത്തർ ഓരോന്ന് എഴുതി പണിയുണ്ടാക്കാം. അടുത്ത സീന് 30. ആ ഇത് തന്നെ. കളിയോ? ആ എന്നാ പിന്നെ കളിക്കാം. ഞെക്കെഴുതില്ല. അതുകൊണ്ട് ആരെയും നോക്കാം. ഹലോ ഹലോ മോളെ കേൾക്കാമോ? കേക്കല്ലേ? മോളെ തിരക്കിലാണോ നീ? ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പപ്പ പറ. മോളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനോ പപ്പ വിളിച്ചു. മമ്മിയുടെ അടുത്ത് ആ കഥകൾ നിർത്തി അടങ്ങിക്കാൻ പറഞ്ഞേ. മോളെ 8ാം ക്ലാസ്സിൽ ഒരു ബോയ് ഫ്രണ്ട്, 10ാം ക്ലാസ്സിൽ വേറൊരു ബോയ് ഫ്രണ്ട്. അങ്ങനെ ആയിരുന്നല്ലോ നിന്റെ ഒരു പോക്ക്. എടി 10-25 വയസ്സായില്ലേ? അന്നത്തെ ശുഷ്കാന്തി ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. ഇപ്പൊ ആരെങ്കിലും വേണമെന്നാണ് പപ്പ പറയണേ. നീ തന്നെ ഏതെങ്കിലും ഒരുത്തിനെ കണ്ടുപിടിച്ചു വരുമെന്നുള്ള പപ്പയുടെ വിശ്വാസത്തെ മോള് തകർക്കരുത്. ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ വിശ്വാസികളല്ലേ. 6 മാസം ഡെഡ്ലൈൻ തരും. ആരെങ്കിലും നീ ഉടനെ കണ്ടുപിടിച്ചു വന്നോണം. ഇല്ലെങ്കിൽ നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ അങ്ങോട്ട് അയക്കും. കേട്ടല്ലോ? സാർ മനുവിന് സീനെന്ന് പറഞ്ഞു. സാറാ പപ്പ ഞാൻ വിളിക്കാം, ഇവിടെ കുറച്ച് പണിയുണ്ട്. ഓ ശരി മോളെ. സാറാ മറ്റേ ആ നായകന്റെ സുഹൃത്തായിട്ട് അഭിനയിക്കുന്ന പയ്യനുണ്ടല്ലോ, അവന്റെ പേര് മനു. ആ മനു. അവന് സീനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്ന് ചെന്നു പറഞ്ഞു കൊടുത്തിട്ടോ. എടാ സീനും തന്നെ. റോബി, നമ്മൾ അടുത്ത സീൻ എങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? സാറാ അടുത്ത സീനൊന്ന് പറഞ്ഞു കൊടുക്കും.
സീൻ 24 നൈറ്റ്. എക്സ്റ്റീരിയർ കാർഡ്. ദൂരെ ഒരു രൂപം. ദൂരെ ഒരു രൂപം. നിലാവിൽ പോലും നിഗൂഢത. ഒരു ചെറിയ ശബ്ദം പോലും അയാളെ പ്രകോപിതനാക്കുന്നു. എന്താ പപ്പ, ഒരു സീൻ എഴുതാൻ സമ്മതിക്കൂല? ആദ്യം നീ ഞാൻ പറഞ്ഞ സീൻ കംപ്ലീറ്റ് ചെയ്യേ, നായകനെ കണ്ടുപിടിക്കേ. എനിക്ക് ഒരു 1.5 കൊല്ലം ടൈം തന്ന ഈ സിനിമയും ചെക്കിനൊക്കെ ഞാൻ റെഡി ആക്കാട്ടോ. ഇപ്പൊ ഈ വിഷയം നമുക്ക് ഇവിടെ വിടാം. ഓക്കെ പപ്പതേ ഗായത്രി വന്നു. പിന്നെ നാളെ വിളിച്ച് ബാക്കി ഉപദേശം തന്നാൽ മതി. ഞാൻ ചെല്ലട്ടെ. ഓക്കെ ബൈ. ഒരെണ്ണമായിട്ടുള്ളൂ. ഒരു പെക്കും കൂടി കഴിച്ചോളെ. ശരി മോളെ. താങ്ക് യു. അവിടെ വെക്കടി. താങ്ക് യു മോളെ. ഈ കഥയൊക്കെ അടച്ച് കൊതുകടിയും കൊണ്ട് ആരോടാണ് കത്തി? പപ്പയുടെ അല്ലാണ്ട് ആരോടോ? എന്താ പരിപാടി? ക്ലൈമാക്സ് ഒക്കെ തിരുത്തിയോ? കുഴപ്പമില്ല. ആ പോസ്റ്റ്മോർട്ടത്തിന്റെ പരിപാടി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ലെങ്കിലേ ആ മൂവിച്ചിട്ടുള്ള പിള്ളേർ കീറ് കൊടുക്കും. നീ മറ്റേ കൊറിയൻ പടം ഒന്നും കണ്ട കോപ്പി അടിച്ചതല്ലെങ്കിൽ മറ്റേ ഫോറൻസിക് സർജൻ ഇല്ലേ, ഞാൻ ആളുടെ നമ്പർ തരാം. നീ ഒന്ന് പോയി കണ്ടോക്ക്, സെറ്റാവും. ഓക്കെ വേണം. കഴിച്ചു? വേണ്ട, കഴിച്ചു. ഇത് കഴിക്ക്. ഇത് കഴിച്ചേ. ഒരു ചെറിയ ബൈറ്റ്. ആ കഴിക്ക്. എടാ ഇത് കഴിക്കടാ. എന്നാ നീ കഴിച്ചോ? വേണ്ട, എനിക്ക് ബുൾസേ മതി. പിന്നെ ബുൾസൈ ഒന്നും പിടിക്കില്ല. അത് തുടരുത് മോളെ, തുടരുത്. അത് വീഴും. തുടരുത്. എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഡോക്ടർ സന്ധ്യ ഫിലിപ്പ്. അത് ഞാനല്ല, എൻ്റെ പെങ്ങളാ. അത് മനസ്സിലായി. ചേച്ചി ഐ മീൻ മാഡം വീട്ടിലില്ല, വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിപ്പോ വരും. നിങ്ങൾ കയറിയിരിക്കേ, വരുമെന്ന് പറഞ്ഞിരുന്നു. ഈ പിള്ളേരെ നോക്കുന്നവരൊക്കെ സമ്മതിക്കണം. എന്തൊരു കുരുപ്പുകളാണ്. ഇരിക്കി. ഹിതൈവാൻ, ഇത് ഷാ, ഞാൻ ജീവൻ. ബാംഗ്ലൂരിലെ നല്ലൊരു ജോലിയൊക്കെ കളഞ്ഞ് ഇപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. താനാ ഐവാനും നോക്കൂ, ഞാൻ തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഓക്കെ. എടോ പാല് തീർന്നു പോയി, ഞാൻ പോയി മേടിച്ചിട്ട് വരാം. 5 മിനിറ്റ് ഈ പിള്ളേരെ നോക്കണേ. അയ്യോ അതെ, എനിക്ക് പിള്ളേരെ നോക്കാൻ അറിയില്ല. ഇതിലും ഭേദം കോർപ്പറേറ്റുകളുടെ അടിമപ്പണിയാണ്.